ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരിച്ചടി. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക 3 ദിവസത്തിനകം ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കണം. മരിച്ചവരെ ഒഴിവാക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചതെന്ന് സുപ്രീംകോടതി ചോദിച്ചു. ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് പരാതി നൽകാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന ഇടക്കാല ഉത്തരവ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വോട്ടർമാർക്ക് ആധാർ കാർഡ് ഹാജരാക്കി പരാതികൾ ഉന്നയിക്കാം. ആധാർ രേഖയായി പരിഗണിക്കാനാവില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിന് വിരുദ്ധമാണ് സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം കമ്മീഷൻ വോട്ടർമാരെ അറിയിക്കണം. ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക ബൂത്ത് അടിസ്ഥാനത്തിൽ 3 ദിവസത്തിനകം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. വോട്ടർമാർക്ക് നേരിട്ട് പരിശോധിക്കാനായി പഞ്ചായത്ത് തലത്തിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരണ വിവരം മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വോട്ടർമാരെ അറിയിക്കണം. വോട്ടർ ID നമ്പർ ഉപയോഗിച്ച് തെരഞ്ഞാൽ വിവരങ്ങൾ കണ്ടെത്താനാകണം. ഇക്കാര്യങ്ങളിലെ പുരോഗതി അടുത്ത വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ കമ്മീഷൻ അറിയിക്കണം. പൗരന്മാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാകരുത് തീവ്രപരിഷ്കരണം. പൗരന്മാർക്ക് ആശ്വാസകരമാകുന്ന നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഹർജിയിലെ നടപടികൾ അവസാനിപ്പിക്കില്ല. തീവ്രപരിഷ്കരണ നടപടികൾ അവസാനിക്കുന്നതുവരെ മേൽനോട്ടം സുപ്രീംകോടതി തുടരും. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാത്തതെന്തെന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാൽ ഹർജിക്കാരുടെ ആക്ഷേപങ്ങൾ അവസാനിക്കുമല്ലോ എന്നുമായിരുന്നു വാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതിയുടെ ചോദ്യങ്ങൾ. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.